അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയോട് ആരംഭിക്കുകയാണ്. 6 മാസങ്ങൾക്ക് ശേഷം ചേച്ചിയെ കാണാൻ പോകുന്ന യാത്ര. എനിക്കും അമ്മയ്ക്കും ആദ്യമായിട്ട് വരുന്നതിന് നല്ല പേടിയുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ നല്ല എക്സൈറ്റഡും ആയിരുന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ വളരെ നേരത്തെ അവിടെ എത്തി. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കൊണ്ടുപോയ ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ട് അവിടെ ഇരുന്നു. കറക്റ്റ് ഗേറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു. ചേച്ചിക്കും ചേട്ടനും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ കറക്റ്റ് ഫ്ലൈറ്റിലൊക്കെ കയറുമോ എന്നൊക്കെ. പക്ഷേ എനിക്കിതെല്ലാം ഒരു സ്വപ്നമായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ സുരേഷ് ഗോപി അവിടെ വെച്ച് കണ്ടു. ഫസ്റ്റ് ഫ്ലൈറ്റിൽ തന്നെ സുരേഷ് ഗോപിയെ കണ്ടതും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ സീറ്റിൽ തന്നെയായിരുന്നു സുരേഷ് ഗോപി ഇരുന്നത്. അങ്ങനെ ഞങ്ങളുടെ സീറ്റ് നമ്പർ വിളിച്ചപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറിപ്പോയി. ഇപ്പോഴാണ് സത്യത്തിൽ ടെൻഷൻ തുടങ്ങിയത്. അയ്യോ, ഞങ്ങൾ പറക്കാൻ പോവുകയാണല്ലോ എന്നൊരു ടെൻഷൻ. പക്ഷെ വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതുവരെ കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി. നെഞ്ചെടുപ്പ് കൂടുന്ന നിമിഷങ്ങളായിരുന്നു അതെങ്കിലും മാക്സിമം എൻജോയ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. ഞങ്ങൾക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ലക്നൗ. ബാംഗ്ലൂർ എത്തിയിട്ട് അടുത്ത ഗേറ്റ് കണ്ടുപിടിക്കണമല്ലോ എന്നൊരു പേടി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു യാത്ര. എക്സാം കഴിഞ്ഞ് ഞാൻ നാട് വിടുമെന്ന് കളിക്ക് പറയുമായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഇതായിപ്പോൾ നാട് വിട്ടു. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ഇത് സത്യമാണോ സ്വപ്നമാണോ എന്നൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു. ഇത്രയും അടുത്ത് നിന്ന് ഫ്ലൈറ്റിനെ കാണുന്നത് പോലും ഇത് ആദ്യമായിട്ടായിരുന്നു. ട്രിപ്പൊക്കെ പോകാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ കേരളവും തമിഴ്നാടും കർണാടകയും കഴിഞ്ഞ് മുകളിലോട്ട് ഇതുവരെ പോയിട്ടില്ല. എക്സാം പാടായിരുന്നതിൻ്റെ വിഷമം ഒരുപാടുണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ അതൊക്കെ മറന്നു. വേറൊന്നും ചിന്തിക്കാതെ സ്വസ്ഥമായ മനസ്സോടെ കുറച്ച് ദിവസങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് ഞങ്ങളുടെ കാലുകൾ വെച്ച് അകത്തേക്ക് കയറി. അതൊരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു. എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും എല്ലാം കൂടി ചേർന്ന ഒരു എക്സ്പീരിയൻസ്. ചേച്ചി കൂടെ ഇല്ലാത്ത 6 മാസങ്ങൾ എത്ര വേഗമാണ് കടന്നു പോയതെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ചേച്ചിയെ കാണാതെ എനിക്ക് 6 മാസമൊക്കെ ഇരിക്കാൻ കഴിയുമെന്ന്. ഞങ്ങളങ്ങനെ കൂടുതലൊന്നും പിരിഞ്ഞിരുന്നിട്ടില്ല. എനിക്ക് എൻ്റെ ഒരു സെക്കൻഡ് മദർ തന്നെയായിരുന്നു എൻ്റെ ചേച്ചി. എനിക്കൊരു കുഞ്ഞു കാര്യം ചെയ്യാൻ പോലും എൻ്റെ ചേച്ചിയുടെ സഹായം എപ്പോഴും വേണമായിരുന്നു. എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ട് തന്നെയായിരുന്നു ചേച്ചി. ആ ചേച്ചിയെ ഇല്ലാതെ ഈ 6 മാസം ഞാൻ സർവൈവ് ചെയ്തു എന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ ചെന്നിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് പയ്യെ ചലിക്കാൻ തുടങ്ങി. ഫ്ലൈറ്റ് അങ്ങനെ ഉയർന്നു പൊങ്ങിയപ്പോൾ എന്തെന്നില്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. പയ്യെ ഉയർന്ന് ആകാശത്തോട്ട് ഇങ്ങനെ പോയി. ഞങ്ങളിപ്പോൾ ഭൂമിയിലല്ല എന്നുള്ള സത്യം എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. ആകാശത്തിൽ നിന്ന് ഭൂമിയെ കാണാൻ ഇത്രയും മനോഹരമാണെന്ന് ഞാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. പഞ്ഞികളുടെ ഇടയിലൂടെ ഒരു മനോഹരമായ യാത്രയായിരുന്നു അത്. ഞാൻ മുഴുവൻ സമയവും വിൻഡോയിലൂടെ താഴോട്ട് നോക്കി അതിവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു കൊണ്ട് തന്നെ ഇരുന്നു. മേഘങ്ങൾക്കിടയിലൂടെ പറക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ വിമാനത്തിൻ്റെ ചിറകിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ പാളികൾ പൊങ്ങുന്നതും താഴുന്നതും കണ്ടൊരു ഭയത്തോടെയാണ് ഞാൻ ഇരുന്നത്. ബാംഗ്ലൂരിലെ വലിയ നഗരങ്ങൾ ഒരു പേപ്പറിൽ വരച്ചതുപോലെ കാണാൻ സാധിച്ചു. പടുകൂറ്റൻ കെട്ടിടങ്ങൾ തീപ്പെട്ടിക്കൂട് പോലെ കാണപ്പെട്ടു. ബാംഗ്ലൂരിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് വിമാനം ലാൻഡ് ചെയ്യാറായി. വിമാനം അങ്ങനെ പയ്യെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി. ചെറിയ ഷേക്കിംഗ് ഉണ്ടായിരുന്നെങ്കിലും വലിയ പേടിപ്പിക്കാതെ ആദ്യ വിമാനയാത്ര അങ്ങനെ അവസാനിച്ചു. ബാംഗ്ലൂരിലെ വിമാനത്താവളം വളരെ വലുതായിരുന്നു. ചുറ്റും ഒരുപാട് ഫ്ലൈറ്റുകൾ കണ്ടു. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഗേറ്റിലേക്ക് അടുപ്പിച്ചു. ഓരോരുത്തരായി അതിൽ നിന്ന് പതുക്കെ ഇറങ്ങാനും തുടങ്ങി. ഫ്ലൈറ്റിൽ സുരേഷ് ഗോപി ഉള്ളതുകൊണ്ട് തന്നെ വെളിയിൽ സെക്യൂരിറ്റിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്ക്രീനിൽ നോക്കി ഞങ്ങളെ ഗേറ്റൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരുന്നു. അടുത്ത ഫ്ലൈറ്റിൽ ഞങ്ങളെ കുറച്ച് നേരത്തെ തന്നെ അകത്തേക്ക് കയറ്റി. ഫ്ലൈറ്റ് കുറച്ച് നേരത്തെ എടുക്കുകയും ചെയ്തു. ബാംഗ്ലൂരിലെ എയർപോർട്ട് വളരെ വലുതായിരുന്നു. ഞങ്ങളുടെ ഗേറ്റ് 39 കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു.
ഗേറ്റിൻ്റെ മുമ്പിലെത്തിയപ്പോൾ കുറച്ച് സമാധാനമായി. പിന്നെ കുറച്ച് റിലാക്സായി ഇരുന്നപ്പോഴാണ് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വിളിച്ചത്. ഇനി നേരെ ലക്നൗവിലാണല്ലോ ചെന്നിറങ്ങുന്നതെന്ന് ആലോചിച്ചപ്പോൾ കുറച്ച് സമാധാനമൊക്കെ ആയി. ആദ്യത്തെ ഫ്ലൈറ്റിൽ കിട്ടിയ കോൺഫിഡൻസോടെ രണ്ടാമത്തെ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകുന്നു. അപ്പുറത്ത് വേറെയും ഫ്ലൈറ്റുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെല്ലാം നോക്കി അങ്ങനെ നടപ്പ് തുടർന്നു. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റിലേക്ക് കാലെടുത്ത് വെച്ച് നീങ്ങി. പിന്നെ മൊത്തത്തിൽ അത്ഭുതകരമായ കാഴ്ചകളായിരുന്നു. മഞ്ഞുമലയുടെ ഇടയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ഫീലിംഗ്. വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അത്. ഞങ്ങളിൽ സൂര്യൻ്റെ വെളിച്ചം വന്ന് വീണിട്ടുള്ള നല്ലൊരു ഭംഗിയായ കാഴ്ച. ലക്നൗവിൽ ലാൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളെ ബസ്സിലായിരുന്നു ഗേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. ഞങ്ങളുടെ രണ്ടുപേരുടെ മുഖത്തും ലക്നൗ എത്തിയല്ലോ എന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു. ഇനി നേരെ ചേച്ചിയുടെ അടുത്തേക്ക് ബാഗെല്ലാം കളക്ട് ചെയ്ത് നേരെ കുറേ നാളുകൾക്ക് ശേഷം ചേച്ചിയെ കാണാൻ പോവുകയാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. ഒരു കൈയെത്തും ദൂരെ ചേച്ചി. അങ്ങനെ ഞങ്ങൾ പയ്യെ ഗേറ്റ് വഴി വെളിയിലേക്ക് ഇറങ്ങി. അവിടെ തന്നെ ചേച്ചിയും ചേട്ടനും നിൽപ്പുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്നാലും അവർ കുറേ നേരമായിട്ട് ഞങ്ങളവിടെ കാത്തു തന്നെ നിന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്തെത്തി. എന്തെന്നില്ലാത്തൊരു സമാധാനം അപ്പം ഞങ്ങൾക്കുണ്ടായി. ഇനി കുറച്ച് ദിവസം ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്നെല്ലാം ഒരു മാറ്റം, അതും ഇഷ്ടപ്പെട്ട വ്യക്തികളോടൊപ്പം. ഞങ്ങളെല്ലാവരും ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ചേട്ടൻ അവിടെ സ്വാഗതം ചിന്നപ്പ എന്നുള്ള ബോർഡും പിടിച്ചുകൊണ്ട് നിന്നു. ലക്നൗവിൽ ആർക്കും മലയാളം അറിയാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി ഒരുപാട് കഥകളും വിശേഷങ്ങളും ഞങ്ങൾക്ക് പറയാറുണ്ട്. എല്ലാ ദിവസവും അന്നന്ന് വിളിച്ചെല്ലാം അപ്ഡേറ്റ് ചെയ്യുമെങ്കിലും നേരിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പറയാൻ കാണുമല്ലോ. ഞാൻ ചേട്ടനോട് ഒന്നും കൂടെ ആ ബോർഡൊന്ന് നിവർത്തി പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ മനോഹരമായ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ പിന്നീട് കാണാം.